കലിമ ചൊല്ലി ആ പെണ്ണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇതുപോലത്തെ എത്രയോ സംഭവം. ഇത് റസൂലുള്ളാഹിന്റെ സ്നേഹം. ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോട് പോലും സ്നേഹത്തോടെ പെരുമാറുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവരുടെ പാത പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ വിട്ടുവീഴ്ച എന്നത് കൂടുതൽ വേണ്ടത് എവിടെയാണെന്നറിയോ? കുടുംബ ജീവിതത്തിലാണ്, ഭാര്യ ഭർത്തൃ ജീവിതത്തിലാണ് ഈ പരസ്പരം പൊരുത്തപ്പെടുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇന്ന് അതില്ലാത്തതിന്റെ പേരിൽ ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങി രണ്ടു വഴിക്ക് മക്കളുടെ കാര്യം ഏറ്റവും വലിയ അവതാളത്തിലുമായി. ഈ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആർക്കാന്നറിയോ? മക്കളിലാണ്. മക്കൾ ക്രിമിനലുകളായി മാറും, സ്നേഹമില്ലാത്തവരായി മാറും, സമൂഹത്തോട് സമുദായത്തോട് യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ലാത്തവരായി മക്കൾ മാറാനുള്ള അടിസ്ഥാനപരമായ കാരണം വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാത്തത് കൊണ്ടാണ്. ചീത്ത വിളിക്കുകയും മടിക്കുകയും ഇടിക്കുകയും ഇങ്ങനത്തെ ജീവിതം. കുടുംബ കോടതിയിലൊക്കെ ഒരുപാട് കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് അല്ലേ? എത്രയോ സംഭവങ്ങൾ പത്രത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതമൊക്കെ സന്തോഷത്തിലാക്കി തീരുമാറാവട്ടെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, 100% തൃപ്തിയോടുകൂടി ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എൻ്റെ ഭാര്യ ഇങ്ങനെയുള്ള 100% എന്നെ സ്നേഹിക്കണം, ഞാൻ പറയുന്ന അനുസരിക്കണം. ഭർത്താവിനും അങ്ങനെയൊക്കെ തന്നെയാണ്, രണ്ടുപേർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അതൊന്നും ഈ ദുന്യവിയാ ലോകത്ത് നടക്കൂല. ഒരു പരിധി വരെയൊക്കെ ഇങ്ങനെയൊക്കെ പോകും. ചെറുപ്പക്കാരൊക്കെ ഇവിടെ ഇരിക്കില്ലേ കല്യാണം കഴിക്കാൻ? ഒരുപാട് പ്രതീക്ഷകളാണ് അവർക്കൊക്കെ. അള്ളാഹു പ്രതീക്ഷയൊക്കെ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. പക്ഷെ അത് 100% ഒന്നും ഒരിക്കലും പൂർത്തിയാകുകയില്ല. കല്യാണം കഴിച്ചവർക്കറിയാം അതിന്റെ വിഷമങ്ങൾ അല്ലേ? പെട്ടുപോയി ആളുകളൊക്കെ പറയുന്നു. അല്ലാഹു തആല നമ്മുടെ കുടുംബ ജീവിതമൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. സ്നേഹം നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹിക്ക് പോലും 100% തൃപ്തികരമായ ജീവിതം കിട്ടിയിട്ടില്ല. ഈ ലോകത്തെ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാരായിരുന്നു അല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു തആല ഒരിക്കൽ ചോദിച്ചു, ദേഷ്യം വന്നപ്പോൾ, നിങ്ങളെയാണോ അള്ളാഹ്ക്ക് റസൂലായി അയക്കാൻ കിട്ടിയത്? ആയിഷ ബീവി ചോദിച്ചാ, നിങ്ങളെയാണോ അള്ളാഹ്ക്ക് പ്രവാചകനായിട്ട് വിടാൻ കിട്ടിയത്? വേറെ ആരും കിട്ടിയില്ലേ? ഒരിക്കൽ ദേഷ്യപ്പെട്ട് ഭക്ഷണപാത്രമൊക്കെ എറിഞ്ഞുടച്ചിട്ടുണ്ട്. വിശാലമായ ചരിത്രമോ പറയാൻ സമയമില്ല. അപ്പൊ റസൂലുള്ളാഹിയോട് പോലും അവർ അങ്ങനെ പെരുമാറി. അപ്പൊ പിന്നെ നമ്മുടെ പെണ്ണുങ്ങൾ നമ്മളോട് പെരുമാറുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു പരീക്ഷണമാണ് സഹോദരങ്ങള്. ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ ഒരു പരീക്ഷണങ്ങൾ ഉണ്ടാകും. അപ്പൊ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വന്നവരല്ലേ, രണ്ട് വാപ്പാന്റെയും രണ്ട് ഉമ്മാന്റെയും മക്കളാ. അപ്പൊ ഓരോരുത്തർക്കും വ്യത്യസ്തമായ സ്വഭാവങ്ങളാ. അവർ കൂടിച്ചേരുമ്പോൾ ജീവിതമാണ് കുടുംബ ജീവിതം. അത് ഏറ്റവും ദൃഢമായ രീതിയിൽ പോകണം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, പരസ്പരം സോൾവ് ചെയ്തു പോകണം. മലയാളത്തിലെ വലിയ സാഹിത്യകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് ബാല്യകാല സഖി എന്നുള്ളത്. അതിലെ ഒരു കഥാപാത്രമാണ് മജീദ്. ഇവിടെ ആരെങ്കിലും മജീദ് ഉണ്ടെങ്കിൽ വിചാരിക്കണം കേട്ടോ, വേറെ മജീദാണ്. ഈ മജീദിനോട് ഒരിക്കലും ക്ലാസ്സിലെ ടീച്ചർ ചോദിച്ചു, ഒന്നും ചേർന്നാൽ എത്രയാണ്? ഒന്നും ചേർന്നാൽ എത്രയാണ്? മജീദ് പറഞ്ഞു, ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒരു ഒന്നാണ്. ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒരു ഒന്നാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ടീച്ചർ ചോദിച്ചു, എന്താണെന്ന് മജീദ് അത് അങ്ങനെ പറയാൻ കാരണം? ഒന്നും ചേർന്നാൽ രണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലുള്ള വിവരം ഇവർക്കില്ലേ? ആ സമയത്ത് പറഞ്ഞു, എന്റെ വീട്ടിന്റെ ഇടയ്ക്ക് 2 പുഴയുണ്ട്. എന്റെ വീടിന്റെ അടുക്കൽ 2 പുഴയുണ്ട്. അതിൽ ഒരു പുഴ മറ്റൊരു പുഴയോട് ചേർന്നപ്പോൾ 2 പുഴയല്ല ഉണ്ടായത്, ഇമ്മിണി വലിയ ഒരു പുഴയാണ് ഉണ്ടായത്. എന്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒന്നും ചേരുമ്പോ ഒരിക്കലും രണ്ടാകാൻ പാടില്ലാത്തതും വലിയ ഒരു ഒന്നായി ജീവിക്കേണ്ടതുമായ ഒരു ജീവിതമാണ് വൈവാഹിക ജീവിതം, കുടുംബ ജീവിതം. അവിടെ എല്ലാവർക്കും വീഴ്ചകൾ ഉണ്ടാകും, പോരായ്മകൾ ഉണ്ടാകും. കുല്ലു ബനി ആദമ ഖതഅ, ആദമിന്റെ മക്കൾക്കെല്ലാം വീഴ്ച ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ കുറച്ചു കാലത്തെ ജീവിതമല്ലേ ഉള്ളൂ. നമുക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവരാണ് നമ്മുടെ ഭാര്യമാര്. ഭാര്യ ഭർത്താക്കന്മാരെ മനസ്സിലാക്കി, ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കി സ്നേഹത്തോടെ ജീവിച്ച ഒരു പ്രശ്നം ഉണ്ടാവൂല. നമ്മളൊക്കെ ഒന്ന് രോഗിയായി പോയാൽ പുരുഷന്മാര് മനസ്സിലാക്കണം, ഭർത്താക്കന്മാര് മനസ്സിലാക്കണം. നമ്മളൊക്കെ ഒന്ന് കിടന്നു പോയാൽ, ഒരു മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് നമ്മൾ വീട്ടിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ആശുപത്രി കിടക്കുമ്പോൾ മലമൂത്ര വിസർജനം പോലും ചെയ്യാൻ കഴിയാതെ വരുമ്പോ നമ്മൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യേണ്ടവരാ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ. അവരെ നമ്മൾ വേദനിപ്പിക്കരുത്, അവരുടെ മനസ്സ് നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ജനങ്ങളെ കൊണ്ട് മാന്യനെന്ന് പറയിപ്പിക്കുന്നവനല്ല ഏറ്റവും വലിയ മാന്യൻ, സ്വന്തം
സല്ലല്ലാഹു അലൈഹി വസല്ലം 10-12 വർഷത്തോളം അല്ലെങ്കിൽ 20 വർഷത്തോളം മാതാവിന്റെ സ്നേഹവും പിതാവിന്റെ സ്നേഹവും ഒക്കെ ഏറ്റുവാങ്ങി ജീവിച്ചവർ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇറങ്ങി വരികയാണ്. ആ പ്രിയപ്പെട്ട പിതാവിനെ ഒഴിവാക്കി നൊന്ത് പ്രസവിച്ച മാതാവിനെ ഒഴിവാക്കി വരികയാണ്. പിന്നെ ആ പിതാവിനെ കാണാൻ, പിന്നെ ആ മാതാവിനെ കാണാൻ എല്ലാ ദിവസവും അവർക്ക് കഴിയുന്നില്ല. പിന്നെ നമ്മുടെ കൂടെയാണ് അവർ. നമുക്ക് സ്നേഹം തന്ന് നമ്മുടെ മക്കളെ വളർത്തി ഇല്ലേ, പ്രസവിക്കാൻ പോകുമ്പോൾ ലേബർ റൂമിലേക്കൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ടുപോകുന്ന അവസ്ഥ, അതൊക്കെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള കളിയല്ലേ. പ്രസവിച്ച് കഴിയുമ്പോൾ മരണപ്പെടുമെന്ന് പോലും പറയാൻ പറ്റൂല. മരണത്തോടടുത്ത വേദനയെ സഹിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പ്രസവിച്ച് പോറ്റി വളർത്തി നമ്മുടെ കയ്യിൽ തന്ന പ്രിയപ്പെട്ട ഭാര്യമാരെ ആക്രമിക്കാൻ എങ്ങനെയാ കഴിയുക? അവരെ ഉപദ്രവിക്കാൻ എങ്ങനെയാ കഴിയുക? അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, ഭാര്യമാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. തിരിച്ചും അങ്ങനെ തന്നെ വേണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പെണ്ണുങ്ങളെ, സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളാ ഉള്ളത്. ആ 8 കവാടങ്ങളിലൂടെയും മലക്കുകൾ മാടി വിളിക്കുന്ന ഒരു പെണ്ണുണ്ട്. ഏത് പെണ്ണാ? ഇദാ ഖസല്ലത്ത് ഖംസഹാ വസാമത്ത് ശഹറഹാ വഹഫിലത്ത് ഫർജഹാ വഅത്വഅത്ത് സൗജഹാ. 5 വഖത്ത് നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന പെണ്ണുണ്ടല്ലോ, റമദാൻ മാസം വരുമ്പോൾ നോമ്പ് പിടിക്കുന്ന പെണ്ണുണ്ടല്ലോ, ഗുഹ്യ സ്ഥാനങ്ങളെ സൂക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, വ്യഭിചാരത്തെ തൊട്ട് ഭർത്താവ് പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കുന്ന പെണ്ണുണ്ടല്ലോ, ഈ പെണ്ണ് മരിച്ച നാള് പരലോകത്ത് വരുമ്പോ സ്വർഗ്ഗത്തിന്റെ കവാടത്തിലുള്ള മാലാഖമാര് പറയും, ഇതിലൂടെ വാ പെണ്ണേ, ഇതിലൂടെ വാ പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗത്തിൽ അവർക്ക് ആശീർവാദം നൽകപ്പെടുമെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് പെണ്ണുങ്ങൾ മനസ്സിലാക്കണം, ഭാര്യമാര് മനസ്സിലാക്കണം. ഭർത്താക്കന്മാരുടെ ശരീരത്തെ മാരകമായ രോഗം ബാധിച്ച് ആ ശരീരത്തിൽ നിന്ന് പുഴുവിളകുന്ന അവസ്ഥയില നിന്റെ നാവ് കൊണ്ടത് മുഴുവനും നക്കി തുടച്ചാലും ഭർത്താവിനോടുള്ള ബാധ്യത തീരുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്തിൽ അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാര്യമാരോട് ഞാൻ പറയുമായിരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഭാര്യമാരെ ഭർത്താക്കന്മാരോടുള്ള കടമകൾ മനസ്സിലാക്കണം, ഭർത്താക്കന്മാരും ഭാര്യമാരോടുള്ള കടമകൾ മനസ്സിലാക്കണം. നമ്മളെ പോലെ ശരീരമുള്ളവരാ, നമ്മളെ പോലെ മനസ്സുള്ളവരാ. വിളക്കുണ്ടാകുമ്പോ എത്ര പേരാ ഭാര്യയുടെ വാപ്പയ്ക്ക് വിളിക്കുക, ഭാര്യയുടെ ഉമ്മയ്ക്ക് വിളിക്കുക? അവർക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ വാപ്പ ആരെങ്കിലും വിളിച്ചാ, നമ്മുടെ ഉമ്മായ നമ്മളെ വിളിച്ചാൽ നമുക്ക് വേദന ഉണ്ടാകുമല്ലോ, അതുപോലെ പ്രയാസം അവർക്കുണ്ടാകും. അതുകൊണ്ട് 2 ഭാഗത്തു നിന്നും സ്നേഹത്തോടെ, ഐക്യത്തോടെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോയാ സ്വർഗ്ഗം നമുക്ക് കിട്ടുന്നതാ. അല്ലാഹു നമ്മുടെ പാപം പുറത്തു തരുന്നതാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഭാര്യയുടെ ഭാഗത്തു നിന്നും മക്കളുടെ ഭാഗത്തു നിന്നും ശത്രുതയോടെയുള്ള പെരുമാറ്റമുണ്ടാകും. ഈ ഭാര്യക്കെന്നോട് ശത്രുതയാണോ? ആ രീതിയിൽ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നവരുണ്ടാകും. ആ സമയത്തൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കുകയും മാപ്പ് ചെയ്യുകയും ചെയ്താ അല്ലാഹു പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണെന്ന് ഖുർആൻ. എല്ലാ മേഖലയിലും നമ്മൾ വിട്ടുവീഴ്ചയെ മുറുകെ പിടിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന മറ്റൊരു വിഭാഗത്തെ. മഹ്ശറ നഗരിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വിചാരണ ചെയ്യാൻ പോവുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ മനുഷ്യന്മാരെയും, ഈ ലോകത്ത് വന്ന സർവ്വ ആളുകളെയും അല്ലാഹു മഹ്ശറ നഗരിയിൽ ഒരുമിച്ച് കൂട്ടും. പടച്ച തമ്പുരാൻ ജഡ്ജിയായിട്ട് മഹ്ശറ നഗരിയിൽ വന്നിരിക്കും. വിധി പ്രഖ്യാപിക്കാൻ വേണ്ടി സാക്ഷികളെ വിസ്തരിച്ച് വിചാരണ നടക്കാൻ പോവുകയാണ്. എല്ലാവരും എന്റെ വിചാരണ എങ്ങനെയാകുമെന്ന് ആ ഒരു ആദിയിലും വ്യാധിയിലുമാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരും മഹ്ശറ നഗരിയിലേക്ക്. 70,000 വരുന്ന കടിഞ്ഞാനാണ് നരകത്തിനുള്ളതെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 70,000 വരുന്ന കടിഞ്ഞാൻ. ഓരോ കടിഞ്ഞാനിലും 70,000 മലക്കുകളാണ് പിടിക്കുന്നത്. എന്നിട്ട് നരകത്തെ മഹ്ശറയിലേക്ക് വലിച്ചുകൊണ്ടുവരും. അല്ലാഹ് പറയുന്നുണ്ട് ഖുർആനിൽ, കല്ലാ ഇദാ
وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറ നഗരിയിൽ കോടാനുകോടി മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടുകയാ. വജാറബ്ബുക വൽ മലകു സഫാ സഫാ. അല്ലാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുകയാണ്. ജഡ്ജ്മെന്റ് നടത്താൻ വേണ്ടി, വിധി നടപ്പാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുകയാ. മലക്കുകൾ അണിയണിയായിട്ട് വരികയാ. വജീഅ യൗമഇദ ബിജഹന്നം. കത്തിയാളുന്ന നരകത്തെ, ഭീകരമായ നരകത്തെ മഹ്ശറ നഗരിയിലേക്ക് അല്ലാഹു കൊണ്ടുവരികയാ. മഹ്ശറ നഗരിയിലേക്ക് അല്ലാഹു കൊണ്ടുവരികയാ. ഈ സമയത്ത് വിചാരണ നടക്കാൻ പോകുമ്പോ ഒരാളെ അല്ലാഹു അടുത്തേക്ക് വിളിക്കുന്നു. വയൂതാ ബിഅബ്ദിൻ മുഅ്മിൻ. ഒരു മുഅ്മിനായ മനുഷ്യനെ അടുത്തേക്ക് വിളിക്കുകയാ. അവൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, അവൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ദുനിയാവിൽ അവനക്ക് ഒരുപാട് വീഴ്ച വന്നിട്ടുണ്ട്. അല്ലാഹു അങ്ങനെയുള്ളവനെ അടുത്തേക്ക് വിളിക്കുകയാ. പക്ഷേ അവന് രണ്ട് ഗുണമുണ്ടായിരുന്നു. ഗീബത്ത് പറയാറില്ലായിരുന്നു. ജനങ്ങളുടെ ന്യൂനതകളെ മറച്ചു വെക്കുന്നവനായിരുന്നു. ജനങ്ങളുടെ ന്യൂനതകളെ, പോരായ്മകളെ ആളുകളുടെ മുന്നിൽ പറഞ്ഞിട്ട് അഭിമാനത്തിന് ശതം വരുത്താത്തവരായിരുന്നു. രണ്ട് ഗുണം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അല്ലാഹുമായിട്ടുള്ള കൽപ്പനകളില്, ആ നിയമങ്ങൾ നടപ്പാക്കുന്ന വിഷയത്തിൽ വീഴ്ച വന്നവനാ. അല്ലാഹു അവനോട് പറയും, നീ ചെയ്ത പാപത്തിന്റെ അനന്തര ഫലമേതെന്നറിയോ? ആ കാണുന്ന നരകമാണ്. അവൻ നരകത്തിലേക്ക് നോക്കുകയാണ്. അവനെ കാണുമ്പോൾ നരകം ആർത്തിരമ്പുകയാ, അട്ടഹസിക്കുകയാണ്, അട്ടഹസിക്കുകയാ. ഈ സമയത്ത് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ടവൻ പറയുന്നു, അല്ലാ, എന്നെ ആ നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ പടച്ചവനെ, എന്നെ ആ നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ പടച്ചവനെ. അല്ലാഹു പറയും, യഥാർത്ഥത്തിൽ നീ പോകേണ്ടത് ആ നരകത്തിലേക്കായിരുന്നു. അത്രമാത്രം പാപം നീ എന്നോട് ചെയ്തിട്ടുണ്ട്. നമസ്കാരത്തിൽ നിനക്ക് പോരായ്മ വന്നിട്ടുണ്ട്, വീഴ്ച വന്നിട്ടുണ്ട്. നോമ്പിൽ നിനക്ക് വീഴ്ച വന്നിട്ടുണ്ട്. പക്ഷേ രണ്ട് ഗുണം നിനക്കുണ്ടായിരുന്നു. നാവ് കൊണ്ട് ഒരാളെയും നീ വിഷമിപ്പിച്ചിട്ടില്ല, ആരുടെയും ഗീബത്ത് നീ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പൊക്കോ, നിനക്ക് വിചാരണയില്ല, നിനക്ക് ഹിസാബില്ല. അല്ലാഹു പറയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവനാണ് ഏറ്റവും വലിയ വിജയി. ഒരുപാട് പാപം അവനിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. വേണ്ട വിധത്തിൽ നിസ്കാരമൊന്നും ഇല്ലായിരുന്നു, നോമ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ രണ്ട് ഗുണം ഉണ്ടായിരുന്നു. നാവ് കൊണ്ട് ഗീബത്ത് പറഞ്ഞിട്ടില്ല, ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടില്ല. ജനങ്ങൾ തെറ്റ് ചെയ്യുന്നതും പാപം ചെയ്യുന്നതും അവൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ആളുകളുടെ മുന്നിൽ പറഞ്ഞ് അവനെ അവഹേളിച്ചിട്ടില്ല. ഇന്നത്തെ അവസ്ഥ എന്താ സഹോദരങ്ങളെ? ഈ നാവ് കൊണ്ട് എത്രയോ പാപമാണ് നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഈ വാട്സാപ്പും ഈ ഫേസ്ബുക്കിന്റെ ഒക്കെ അമിതമായ ഉപയോഗം വന്നപ്പോ നമ്മുടെ അടുക്കലേക്ക് വരുന്ന മെസ്സേജുകൾ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് എല്ലായിടത്തും മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് കളങ്കം വരുന്ന അവസ്ഥയിൽ പ്രവർത്തിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരാളുടെയും ഗീബത്ത് നമ്മൾ പറയാൻ പാടില്ല. നിസ്കാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിജയിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു പെണ്ണിനെ പറ്റി പറയുകയുണ്ടായി. നിസ്കാരമുള്ള പെണ്ണ തഹജ്ജുദ് പോലും നമസ്കരിക്കുമത്രേ, ഖുർആൻ ശരീഫ് ഓതുമത്രേ. പക്ഷേ നാവ് കൊണ്ട് അയൽവാസിയുടെ ഗീബത്ത് പറയും. നബി തങ്ങൾ പറഞ്ഞു, ഫഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്, അവൾ നരകത്തിലാണ്. നിസ്കാരത്തിന് കുറവുണ്ടായിരുന്നോ? ഇബാദത്തുകൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് കുറവുണ്ടായിരുന്നോ? നരകത്തിൽ പോകാനുള്ള കാരണം എന്താ? നാവ് കൊണ്ട് ഉപദ്രവിച്ചു മറ്റുള്ളവരെ. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അല്ലാഹു ആദരിച്ചവരാണ് മനുഷ്യ വിഭാഗം, അല്ലാഹു ബഹുമാനിച്ചവരാണ് മനുഷ്യ വിഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് കറംനാ ബനീ ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ. അല്ലാഹു ആദരിച്ചവരാണ് മനുഷ്യ വിഭാഗം, ബഹുമാനിച്ചവരാണ്. അവരെ അനാദരിക്കാൻ പാടില്ല. അനാദരവിന്റെ ഒരു വാക്ക് പോലും നമ്മൾ പറയാൻ പാടില്ല. എല്ലാവരും സൂക്ഷിക്കണം. പണ്ഡിതനും സൂക്ഷിക്കണം, പാമരനും സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. നാവ് കൊണ്ട് ഒരാളെ വേദനിപ്പിച്ചാൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു
ശിക്ഷ നൽകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക പ്രശസ്ത പണ്ഡിതനായിരുന്നു ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ്. കർമ്മശാസ്ത്ര വിശാരദനും വലിയ പണ്ഡിതനുമായിരുന്നു ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ്. സ്വപ്നം വ്യാഖ്യാനം ചെയ്യാൻ പോലുള്ള കഴിവ് അല്ലാഹു കൊടുത്തു. പക്ഷെ ജീവിതത്തിന്റെ അവസാനത്തിൽ കടം കൊണ്ട് വിഷമിച്ചു അദ്ദേഹം. ആ സമയത്ത് പറഞ്ഞു അത്രേ, എനിക്ക് എന്താണ് ഈ കടം വന്നതെന്ന് അറിയോ? 40 വർഷം മുമ്പ് ഒരു മനുഷ്യനെ നാവ് കൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരാളെ ഞാൻ പാവപ്പെട്ടവനെ, എടാ ഒന്നുമില്ലാത്തവനെ, എടാ ദരിദ്രനായവനെ ഞാൻ വിളിച്ചിട്ടുണ്ട് ആളുകളുടെ മുന്നിൽ വെച്ച്. എനിക്ക് പേടിയാ, അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ എന്റെ ശിക്ഷ നടപ്പാക്കണമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണേ നീ ഗർഭിണിയാണോ? നീ ഗർഭിണിയാണോ പെണ്ണെ? ആ സമയത്ത് ആ പെണ്ണ് പറയുകയാണ്, ഞാൻ ഗർഭിണിയാണ്. റസൂലുള്ളാഹി മടക്കി അയക്കുകയാണ്, പ്രസവിച്ചിട്ട് വരാൻ പറയുകയാണ്. പ്രസവിച്ചൊരു കുഞ്ഞുമായി റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വീണ്ടും കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും നിരുത്സാഹപ്പെടുത്തുകയാണ്, മടക്കി അയക്കുകയാ. നിന്റെ കുഞ്ഞ് നിനക്ക് വേറെ ആരുമില്ലല്ലോ, നീ പോയി കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞ് വേറെ ആരുമില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാകമാകുന്ന പ്രായത്തിൽ വരിക. കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രവാചകന്റെ അടുക്കലേക്ക് ആ പെണ്ണ് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ തെറ്റ് ചെയ്തു പോയി നബിയേ. എന്നെ ദുനിയാവിൽ വെച്ച് തന്നെ ഹദ് നടപ്പാക്കണം, എന്റെ ശിക്ഷ ദുനിയാവിൽ വെച്ച് തന്നെ നടപ്പാക്കണേ. നാളെ പാരത്രിക ലോകത്തെ ശിക്ഷ എനിക്ക് പേടിയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനെ എറിഞ്ഞു കൊല്ലാൻ കൽപ്പിക്കുകയാ. മൈതാനത്തെ ആളുകളെല്ലാം ഒരുമിച്ച് കൂടുകയാ. എല്ലാവരും ആ പെണ്ണിനെ എറിയുകയാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കയ്യിൽ കിട്ടിയ കല്ലുകൊണ്ട് ആ പെണ്ണിനെ എറിയുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തേക്ക് പതിക്കുകയാ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ ചീത്ത വിളിക്കുകയാ. പിഴച്ച പെണ്ണേ, വ്യഭിചാരിയായ പെണ്ണേ, മോശപ്പെട്ട പെണ്ണേ, അല്ലാഹു ഹറാമാക്കിയ പാപം ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ കുറ്റപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഉമറേ, ഒരിക്കലും നീ അങ്ങനെ പറയരുത് ഉമറേ. ഒരു ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്ത പെണ്ണ കുല്ലു ബനീ ആദമ ഖത്താ. ആദമിന്റെ മക്കൾക്കെല്ലാം തെറ്റ് വന്നു പോകാൻ സാധ്യതയുണ്ട്. ആദമിന്റെ മക്കൾക്കെല്ലാം വീഴ്ച വന്നു പോകാൻ സാധ്യതയുണ്ട്. വീഴ്ച വന്ന തൗബയുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്. ആ പെണ്ണ് പശ്ചാത്താപിച്ച പെണ്ണ, ആ പെണ്ണ് ഇസ്തിഗ്ഫാർ ചെയ്ത പെണ്ണ, ആ പെണ്ണ് ചെയ്ത തൗബ മദീനയിലുള്ള സർവ്വ ആളുകൾക്കും വീതിച്ചു കൊടുത്താലും ബാക്കിയാകുന്ന തൗബയാ പെണ്ണ് ചെയ്തത്. അതുകൊണ്ട് ആ പെണ്ണിനെ പറ്റി ഗീബത്ത് പറയരുതെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ നാവ് കൊണ്ട് ഒരാളെയും ഗീബത്ത് നമ്മൾ പറയാൻ പാടില്ല. നാവ് കൊണ്ട് ഒരാളെയും നമ്മൾ വിഷമിക്കാൻ പാടില്ല. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും സഹോദരങ്ങള്. നാവ് കൊണ്ട് ഒരാളെയും ബുദ്ധിമുട്ടിക്കാതിരുന്ന, ഹിസാബില്ലാതെ വിചാരണയില്ലാതെ അളന്നു നോക്കലില്ലാതെ തൂക്കി നോക്കലില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിഭാഗത്തിനെ കൂടെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഒരു വിഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഭാഗത്തേക്കും സഹോദരങ്ങളുടെ ഭാഗത്തേക്കും ഒരു ബക്കറ്റ് വരുന്നുണ്ട്. നല്ല ആത്മാർത്ഥമായി നല്ല നിയ്യത്തോടുകൂടി ഇഖ്ലാസോടുകൂടി നിങ്ങളൊരു സദഖ ഇട്ട് കൊടുക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സദഖകളൊക്കെയാണ് പാവങ്ങളായ ആളുകൾക്ക്, ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളായ നിർധനരായ ആളുകൾക്കൊക്കെ ഒരു അത്താണിയായിട്ടുള്ളത്. അതുകൊണ്ട് വലിയ പുണ്യമുള്ള വലിയ മഹത്വമുള്ള കാര്യമാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന ഈ സദഖയ്ക്കുള്ള പ്രതിഫലം എത്രയെന്നറിയോ? നബി തങ്ങളുടെ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ 10 വർഷം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ കൂലിയാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുമ്പോ ഒരു സഹാബി വന്നിട്ട് സലാം പറയുകയാ. ഇബ്നു അബ്ബാസ് തങ്ങൾ സലാം മടക്കിയിട്ട് ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി വല്ലാത്ത ദുഃഖവും പ്രയാസവും കണ്ടു. തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി? പറഞ്ഞു, കുറെ കടമുണ്ട്. അവിടെ തുടങ്ങാം.
തങ്ങളോട് പറഞ്ഞു കുറെ കടം കൊണ്ട് വിഷമിക്കുന്ന ഞാൻ കുറെ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്, എന്നാൽ നിന്റെ ബുദ്ധിമുട്ടുകൾക്ക് ഞാനൊരു പരിഹാരം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങള് മദീനത്തെ മസ്ജിദ് നബവിയിൽ ഇഅ്തികാഫിരിക്കുന്ന തങ്ങള് വെളിയിലേക്ക് ഇറങ്ങി ചെരുപ്പിട്ടു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇഅ്തികാഫിരിക്കല്ലേ, നിങ്ങൾ മസ്ജിദ് നബവിയിൽ ഇഅ്തികാഫിരിക്കല്ലേ, ഇഅ്തികാഫിരിക്കുന്നതിന് വെളിയിലേക്ക് ഇറങ്ങാവോ, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വെളിയിലേക്ക് ഇറങ്ങാവോ? ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ് കരഞ്ഞുകൊണ്ട്, ഈ ഖബറിൽ കിടക്കുന്ന എന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ മശാ ഫീ ഹാജതി അഖീ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒരാൾ ഇറങ്ങി പുറപ്പെടുകയും ബലഗ ഫീഹാ, ആവശ്യം നിർവഹിച്ചു കൊടുക്കുകയും ചെയ്ത കാന ഖൈറൻ ലഹു മിൻ ഇഅ്തികാഫി 10 സിനീന, 10 വർഷം ഈ മസ്ജിദ് നബവിയിൽ ഇഅ്തികാഫിൽ നിൽക്കുന്നതിനേക്കാൾ കൂലി അല്ലാഹു നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. 10 വർഷം മസ്ജിദ് നബവിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ കൂലി വേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സദഖയാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാ? നിസ്കാരം എന്ന് പറഞ്ഞില്ല, നോമ്പെന്ന് പറഞ്ഞില്ല, ഹജ്ജ് എന്ന് പറഞ്ഞില്ല. സുറൂറുൻ തുദ്ഖിലുഹു ഫീ ഖൽബിൽ മുസ്ലിം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ നീ ഇട്ടുകൊടുക്കുന്ന സന്തോഷമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത് അമലുകളിൽ വെച്ച് പുണ്യമായതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ഇവിടെ ഈ സ്വരൂപിക്കുന്ന ഈ ചില്ലറ കാശുണ്ടല്ലോ, നിങ്ങൾ നൽകുന്ന 100,000 നോട്ടുകൾ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കുമ്പോ വിവാഹപ്രായമെത്തിയ മക്കളെ കെട്ടിച്ചയക്കാൻ നിർവാഹമില്ലാതെ കണ്ണീരോടെ കഴിഞ്ഞുകൂടെ എത്ര പേരുണ്ട്? ഇവിടെ ബഹുമാനപ്പെട്ട കൺവീനർ പറഞ്ഞില്ലേ തുടക്കത്തില്, നാളെ വിവാഹം നടക്കുന്ന തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് തലേ ദിവസം ഉച്ചയ്ക്ക് ആ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലത്രേ. ഇങ്ങനത്തെ 100 കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ട്. നമ്മളൊക്കെ സുഖമായിട്ട് 3 നേരത്തിന് പകരം 5 നേരം വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കുമ്പോ അള്ളാന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കണം. ഭക്ഷണത്തിന്റെ വിഷയത്തിലാണെങ്കിലും സമ്പത്തിന്റെ വിഷയത്തിലാണെങ്കിലും അമിതം കാണിക്കാൻ പാടില്ല, ഇസ്രാഫ് കാണിക്കാൻ പാടില്ല. മറ്റുള്ളവരെ പറ്റി ഓർക്കണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോ ആരെങ്കിലും വയറ് നിറച്ച് കഴിച്ചാൽ എന്റെ സമുദായത്തിൽ പെട്ടവനല്ലവൻ, അവന് സ്വർഗമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരെ മുഴുവൻ നിങ്ങൾക്ക് സ്നേഹിക്കുക, ഭൂമിയിലുള്ളവരോട് മുഴുവൻ നിങ്ങൾ കരുണ കാണിക്കുക. ജാതി മതവർഗ വർണ്ണ ദേശഭാഷ വ്യത്യാസമല്ലേ, എല്ലാവരെയും സ്നേഹിക്കുക. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ള റബ്ബ് നിങ്ങളെ സ്നേഹിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നല്ല നിയത്തോടു കൂടി വേണം ഇൻഷാ അല്ലാഹ് ബക്കറ്റിലേക്ക് പൈസ നിക്ഷേപിക്കാൻ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഇട്ട് കൊടുക്കുക, ചില്ലറ പൈസ ഇട്ട് കൊടുക്കില്ല കേട്ടോ, ചില്ലറൊന്നും ഇട്ട് കൊടുക്കരുത്. ഇപ്പൊ ആർക്കും വേണ്ട ചില്ലറ, നല്ല 100 നോട്ടും 50 നോട്ടും. ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് കൂടി ഈ സഹോദരിമാരൊക്കെ നല്ല സഹായിക്കുന്നവരാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ജീവിതത്തിൽ ഒരുപാട് ഖൈർ തന്നവരാ കാസർഗോഡുകാർ. എനിക്കറിയാലോ, എരിയാലി നിവാസികളെ സംബന്ധിച്ചൊക്കെ എനിക്കറിയാം. ഒരുപാട് ഖൈറും ഐശ്വര്യവും നന്മയൊക്കെ തന്നതാ. അതൊക്കെ അല്ലാഹു നിലനിർത്തി തരാൻ വേണ്ടി നല്ല നിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഇടി. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പടച്ചവനെ, ആരെല്ലാം ആ ബക്കറ്റിൽ പൈസ ഇടുന്നു അവർക്കൊക്കെ നീ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് അവരെ കാക്കണേ പടച്ചവനെ. അവരുടെ മനസ്സിന്റെ ഉള്ളറകളിലുള്ള ഹലാലായ നിയ്യത്തുകളെ നീ പൂർത്തിയാക്കി കൊടുക്കണമല്ലാ. ജീവിതത്തിൽ ഒരിക്കലും പട്ടിണി കൊടുക്കല്ല റബ്ബേ. ജീവിതത്തിൽ ഒരിക്കലും ഒരു രോഗം വന്നിട്ട് സമ്പത്ത് പരീക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ നീ കൊടുക്കല്ലേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗത്തെ അവിടെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. 10:30 മണിയായി. ഒരു വിഭാഗം കൂടെ പറയാം. ആദ്യമായിട്ട് സ്വർഗത്തിൽ കിടക്കുന്ന അവരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പേമാരി പോലെ കടന്നു വരുമ്പോ അൽഹംദുലില്ലാഹ് 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 ഇതിനെ കൂടുതലാക്കുന്ന ആളുകൾ. പരീക്ഷണം വരും, നമുക്കൊക്കെ പരീക്ഷണം വരും, പല രീതിയിലുള്ള പരീക്ഷിക്കും. മോമിനാണോ പരീക്ഷിക്കും.
വനാ ഇലൈഹി റാജിഊൻ വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് ഭയം കൊണ്ട് ഞാൻ പരീക്ഷിക്കും വൽ ജൂഇ വിശപ്പ് കൊണ്ട് വനഖസിൻ മിനൽ അംവാൽ ധനം ചുരുക്കിക്കൊണ്ട് വൽ അൻഫുസി വേണ്ടപ്പെട്ട ആളുകളെ തിരിച്ചെടുത്ത്